ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഇത്രയും നാളെ നോൺ വെജ് റെസിപ്പീസിൻ്റെ ഇടയിലായിരുന്നു അല്ലേ എല്ലാവരും. അപ്പം നമുക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ഫേമസ് ഒരു ഡിഷായിട്ടുള്ള സാമ്പാർ സാദത്തിലോട്ടൊന്ന് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിലെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഉണക്കമുളക്, കാശ്മീരി ഡ്രൈ ചില്ലി 5 എണ്ണം, ചിരകിയ തേങ്ങ 2 ടേബിൾ സ്പൂൺ. ഈ എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് സാമ്പാർ സാദത്തിൻ്റെ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ഇതെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങയും. അതിനു മുമ്പ് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് പച്ചരി ഉണ്ടല്ലോ, നമ്മുടെ ചോറുണ്ടാക്കുന്ന പച്ചരി, തമിഴ്നാട്ടിലൊക്കെ ചോറുണ്ടാക്കുന്ന പച്ചരി, നമ്മൾ ചമ്പാവരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയും തുവരപ്പരിപ്പും കൂടെ വെള്ളത്തിലിടുക. അതിന് അരി 1/4 കപ്പും തുവരപ്പരിപ്പ് 1/2 കപ്പുമാണ് വേണ്ടത്. അത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കറക്റ്റ് നമ്മുടെ ചോറുണ്ണുന്ന പരുവോ അല്ല വേണ്ടത്, ഇച്ചിരൂടെ ഒന്ന് വേവണം. കാരണം ഇത് സാമ്പാർ സാദം എന്ന് പറയുന്നത് കുഴഞ്ഞിരിക്കുന്ന ഒരു ഫുഡല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി കൂടുതലൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇത് ശരിക്കും ഇതിൻ്റെ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അളവിൻ്റെ നേരെ ഇരട്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 8 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന അളവ് ഞാൻ പറഞ്ഞല്ലോ, 1/4 കപ്പ് അരിയുടെയും 1/2 കപ്പ് തുവരപ്പരിപ്പിൻ്റെയും കണക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം വലിയൊരളവ് എല്ലാവർക്കും ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി കൂടി ആയിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ എടുത്തു വെച്ച മല്ലി, തുവരപ്പരിപ്പ്, ഉണക്കമുളകുകൾ 2 തരത്തിലുള്ളത് എല്ലാം കൂടെ, പെരിഞ്ജീരകം എല്ലാം കൂടെ നമ്മൾ ഒരുമാതിരി ഒന്ന് മൂപ്പിച്ചു കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മൂപ്പിക്കുക. നമ്മുടെ തീയലിൻ്റെ പരുവൊന്നും ആവണ്ട, പക്ഷേ ഒരിച്ചിരി നന്നായിട്ട് മൂക്കണം. ഇനി നമുക്ക് സാമ്പാർ സാദത്തിന് വേണ്ട വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 ടൊമാറ്റോ കൊച്ചായിട്ട് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാടങ്ങ് വലുതാവില്ല, തീരെ അങ്ങ് ചെറുതും ആവണ്ട. ക്യാരറ്റ്, നല്ലൊരു ക്യാരറ്റ് എടുത്തു, ഇച്ചിരി വലിപ്പമുള്ളൊരു ക്യാരറ്റ്, 1 പിടി ബീൻസ് എടുത്തു, ഒരു മീഡിയം സൈസിലുള്ള 1 പൊട്ടറ്റോയും 2 ചെറിയ പൊട്ടറ്റോയുമാണ് ഞാൻ എടുത്തത്. എല്ലാം സാമാന്യം വലിപ്പത്തിൽ മുറിച്ചു. ഇതെല്ലാം കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ബീൻസ് ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്, കുറച്ച് ചരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ, ആ ഒരു വലിപ്പം ഒരുപാട് കൂടി പോകരുതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ തുവരപ്പരിപ്പും എല്ലാം മൂപ്പിച്ചത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അത് പൊടിച്ചെടുക്കാം. പിന്നെ വലിയൊരു പാത്രം വെക്കുക, കുറച്ച് വലിയൊരു പാത്രം വേണം, കാരണം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് ഒന്നിച്ച്. അപ്പോൾ ആ പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഒരു പച്ചച്ചവ മാറുമ്പോഴത്തേക്ക് അതിലോട്ട് 10-12 കൊച്ചുള്ളി പൊളിച്ചത്, അരിയെ ഒന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ തക്കാളി, അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, 2 തക്കാളി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റി. ഇപ്പം ഞാൻ അരപ്പ് അതിനകത്ത് ചേർത്തു. നമ്മൾ അരച്ചെടുത്ത പൊടിച്ചെടുത്ത സാമ്പാർ സാദത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് നമ്മൾ പച്ചക്കറിയുടെ കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ആ മിക്സിയിലെ പൊടിയുണ്ടല്ലോ അതൊട്ടും വേസ്റ്റ് ആക്കാതെ ആ മിക്സി കഴുകി അതിൻ്റെ കൂടെ ഒഴിച്ച് 2 കപ്പ് വെള്ളം വേണം കേട്ടോ. അത് ആ പച്ചക്കറി വേവിച്ചെടുക്കാനായിട്ട് 2 മാക്സിമം 2.5 കപ്പ് വെള്ളം മതി. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി എടുത്തു. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പെച്ചട് കളഞ്ഞു കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ അരി ഞാൻ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തത് കൊണ്ട് തന്നെ, ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ആയിട്ടാണ് ഇടുന്നത്. കാരണം ചോറ് എന്തായാലും ഇച്ചിരി വെന്ത് കുഴഞ്ഞതുകൊണ്ട് ആ കുഴഞ്ഞാണല്ലോ വേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് ചില കട്ടകൾ കാണും അവിടെ ഇവിടെയും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് അപ്പം പിടിക്കാതെ വരും ആ ഒരു ഗ്രേവിയുടെ ആ ഒരു സ്വാദ്.
അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ച് അതിൻ്റെ കട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് വിടണം. അപ്പം ഞാൻ പകുതി ചോറ് ആദ്യം ചേർത്തു, പിന്നെ രണ്ടാമത് ആ കട്ടകളെല്ലാം ഉടച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ ചോറ് ചേർത്ത് ഇളക്കിയത്. ഇപ്പം ദേ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടവും നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. സാമ്പാർ സാദം ഒരിച്ചിരി കട്ടിയായി പോയി എന്ന് തോന്നുന്നതുകൊണ്ട് ഇപ്പം ആയിരിക്കുകയില്ല, പക്ഷേ നമുക്കറിയാം അതിൻ്റെ ചൂടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അത് നല്ലോണം അങ്ങ് കട്ടിയാവും, പരിപ്പും ചോറും കൂടെ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഞാൻ തിളപ്പിച്ചൊഴിച്ചു. അതിലേക്ക് ഇത് നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇവിടെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ ഇച്ചിരി ശർക്കര വരുമ്പോൾ. അപ്പോൾ ഒരു 100 ഗ്രാം ശർക്കര കൂടെ അതിൻ്റെ കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ആ എരിവും പുളിയും ആ ഒരു ശർക്കരയുടെ ചെറിയ മധുരവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലോട്ട് ചെയ്യാനുള്ളത് താളിക്കണം, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വറക്കണം. അപ്പം നമുക്ക് താളിക്കാനായിട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിലും ബാക്കി എണ്ണയിലും ഒന്നും ചെയ്യല്ല, കാരണം ആ സാമ്പാർ സാദത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീയിൽ തന്നെ അത് താളിച്ചൊഴിക്കണം. അതിനെടുത്തത് ഒരു 3 റെഡ് ചില്ലിയും ഒരു 1/8 ടീസ്പൂൺ കടുകും ഉലുവായുമാണ്. നല്ലവണ്ണം ഒരു 3-4 തണ്ട് കറിവേപ്പിലയും. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് നമുക്ക് ഒന്നുകിൽ അതിൻ്റെ കൂടെ ഇട്ടിളക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ശരിക്കും പപ്പടത്തിനെക്കാട്ടി നല്ലത് അപ്പളം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, തമിഴ്നാട്ടിലാണ് അത് ഫേമസ്. അതൊരു പ്രത്യേക ഒരു ടെക്സ്ചറാണ്. അത് ആ അപ്പളമാണ് സാമ്പാർ സാദത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇച്ചിരി പിക്കിളും. പക്ഷേ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ടേസ്റ്റാണ് ഒറ്റയ്ക്ക് കഴിക്കാനായാലും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൊണ്ട് പ്രയോജനപ്പെടുന്നു, റെസിപ്പികൾ കൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിനിയും വേറെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.